ഇറാൻ അഥവാ ശുദ്ധ ഷിയ രാജ്യമാണ്. ഈ ഹുമൈനി അവിടെ വിപ്ലവം നടത്തി. അതിന് ഇസ്ലാമിക വിപ്ലവം എന്ന പേരിട്ടത്. ഇസ്ലാം ഒരിക്കലും വിപ്ലവത്തിൻ്റെ മതമല്ല, വിപ്ലവത്തിൻ്റെ ചിന്തനല്ല ഇസ്ലാമിൻ്റെ. നമ്മൾ ഈ വ്യക്തികൾ ഇവിടെ നിന്നിട്ട് ഇന്നാൾ കാഫിറാണ്, ഇന്നാൾ മുത്തതിയാണ്, ഇന്നാൾ ഫാസിക്കാണ് എന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ അത് ഒരു സംഘടനയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത പരസ്പരം അങ്ങോട്ട് കാഫിറാക്കുന്ന രീതി ഒരിക്കലും ശരിയായ രീതിയല്ല. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ഇറാനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച ഉണ്ടായിരുന്നു. ഇറാനിലെ പരമോന്നത നേതാവിൻ്റെ മരണം, അത് ഷഹീദ് എന്നൊക്കെ പറഞ്ഞ കുറേ ചർച്ചകൾ നമ്മൾ അതിന് കുറേ മറുപടി പറഞ്ഞാണ്. എങ്കിൽ പോലും ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണമായ പ്രബോധനം വാരികയിൽ വന്ന നിങ്ങൾക്കാരാണ് ഇതിനെ കാഫിറാക്കാൻ നിങ്ങൾക്കാരാണ് അധികാരം തന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ലേഖനം വന്നിരുന്നു. അത് നമ്മളൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് 2026 ഏപ്രിൽ 10 പ്രബോധനമാണ്. ആ പ്രബോധനത്തിലെ കവർ സ്റ്റോറി ആയിട്ട് കാഫിറാക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം നൽകിയത് എന്നതാണ് ലേഖനം. ഈ ലേഖനം പ്രബോധനത്തിൽ വരാനുള്ള പശ്ചാത്തലമാണ് ഇറാനുമായി ബന്ധപ്പെട്ട വിഷയം അല്ലെങ്കിൽ ചർച്ച എന്നുള്ളത്. ഇതിൻ്റെ അവസ്ഥ വിശദീകരിക്കുന്നതിന് മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇരട്ടത്താപ്പ് അഥവാ അവരുടെ ദ്വിമുഖ സ്വഭാവം കൂടുതൽ തെളിഞ്ഞു കിട്ടുന്ന ഒരു ലേഖനമാണിത്. അത് പറയാതെ വയ്യ. ഇത് വായിച്ചാൽ എന്താണോ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ അവരുടെ തത്വം എന്താണോ, അവരുടെ ആശയം എന്തടിസ്ഥാനത്തിലാണോ, എന്നാൽ അവരെ സ്വഭാവമാണ് ശരിക്കും എന്ത് ചെയ്യണത്, ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കം അവരെ സ്വഭാവമാണ്, അവരെ ആശയം, അവരെ പഠിപ്പിച്ച സ്വഭാവമാണ് ഇതിൻ്റെ ഉള്ളടക്കം. അത് വേറൊരാളുകളെ അല്ലെങ്കിൽ അവർക്ക് എതിരാണെന്ന് തോന്നുന്നവരുടെ മേൽ വെച്ച് കെട്ടുക എന്നതാണ് ഇപ്പോൾ ഇതുകൊണ്ട് അവർ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ബഖറയിൽ നമ്മളെ ഉണർത്തിയ ഒരു കാര്യം, വമിനൻ നാസി മൻ യുഅജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയ, ദുന്യാവിൽ ചില ആളുകളെ വാക്ക് നിന്നെ അത്ഭുതപ്പെടുത്തുന്ന, ഭയങ്കര അജബ് ഇങ്ങനെ തോന്നും. വയുഷ്ഹിദുല്ലാഹ അലാ മാ ഫി ഖൽബിഹി, അവരെ മനസ്സിലുള്ളതിന് അവർ അള്ളാനെ സാക്ഷിയാക്കും. പിന്നെയോ വഹുവ അലദ്ദുൽ ഹിസാം, സത്യത്തിൻ്റെ യഥാർത്ഥത്തിൽ അവരെന്താണ്, ഈ സത്യത്തിനോട് ഭയങ്കര ശത്രുത ഉള്ള ആളുകളാണ്. സത്യം എന്താണോ അതിനോട് ശത്രുത വെച്ച് അവരെ മനസ്സിലുള്ള കാര്യത്തിന് അള്ളാനെ സാക്ഷിയാക്കി അത്ഭുതപ്പെടുത്തുന്ന വർത്തമാനം പറയുന്ന ആളുകൾ ജനങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാകും. ഈ ലേഖനം വായിച്ചപ്പോൾ ശരിക്കും ഈ ആയത്താണ് എന്തായത് മനസ്സിലേക്ക് വന്നത്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ പഠിപ്പിച്ച, നമ്മളെ ഉണർത്തിയൊരു കാര്യമാണ്, ജനങ്ങളെ കൂട്ടത്തിൽ ഇന്ന ശർറന്നാസി ദുൽ വജ്ഹൈനി, മനുഷ്യരെ കൂട്ടത്തിൽ മോശക്കാരായവർ 2 മുഖം സ്വീകരിക്കുന്ന ആളുകളാണ്, ഇരട്ട മുഖം. അല്ലദി യഅ്തി ഹൗലായി ബി വജ്ഹിൻ വ ഹൗലായി ബി വജ്ഹിൻ, ഒരു ടീമിൻ്റെ അടുത്ത് ഒരു മുഖം, വേറൊരു ടീമിൻ്റെ അടുത്ത് വേറൊരു മുഖം. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനം പഠിച്ച ആളുകൾക്ക് മുമ്പിൽ ഇവർക്കൊരു മുഖമുണ്ട്, ഇവരുടെ പുറംഭാഗം മാത്രം വീക്ഷിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ മറ്റൊരു മുഖമാണ്. അതാണ് ഈ വിഭാഗത്തിൻ്റെ, ഈ പ്രസ്ഥാനത്തിൻ്റെ സ്വഭാവം അതാണ്. ഇവിടെ ഇപ്പോൾ സലഫികളെ അല്ലെങ്കിൽ അഹ്ലുസുന്നയെ കാര്യമായി എതിർക്കാൻ ഈ ലേഖനത്തിൽ ചെയ്തൊരു പണി എന്താ വെച്ചാൽ, അവരിങ്ങനെ തൊട്ടതിനും പിടിച്ചവനൊക്കെ കാഫിറാക്കി, അവൻ കാഫിറാണ്, അവർ കാഫിറാണ്, ഇങ്ങനെ കാഫിർ പട്ടം കൊടുത്ത് അല്ലെങ്കിൽ കാഫിർ ഷഹാദ കൊടുത്ത് പോകുന്ന ആളുകളാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും കബളിപ്പിക്കാനുമാണ് ഈ ലേഖനത്തിലൂടെ നോക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ആമുഖ ഭാഗത്ത് പറയുന്നുണ്ട്, അതിസങ്കീർണമായ രാഷ്ട്രീയവും വിഭാഗീയവുമായ സംഘർഷങ്ങൾ മുസ്ലിം ലോകത്ത് വലിയ മാറ്റങ്ങൾക്ക് കളങ്കമൊരുക്കിക്കൊണ്ടിരിക്കെ ഇസ്ലാമിൽ നിന്ന് ഭ്രഷ്ട് തക്ഫീർ കൽപ്പിക്കൽ പ്രവണത വീണ്ടും തലപൊക്കുകയാണ്. ഇസ്ലാമിക ചിന്താലോകത്ത് തക്ഫീർ പ്രവണത ഗുരുതരമായ ആശയക്കുഴപ്പമാണ് സൃഷ്ടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുകയാണ്. എന്നിട്ട് പിന്നെ ഇതിൻ്റെ ആദ്യ ഭാഗം ഈ ഇറാനുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ ജൂത രാഷ്ട്രമായ ഇസ്രായേൽ അമേരിക്കയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ വരികയാണ്. യഥാർത്ഥത്തിൽ 2 വഴി നമ്മൾ നോക്കുകയാണെങ്കിലും, അഥവാ ഒരു ഭാഗത്ത് ശുദ്ധ ജൂതന്മാരാണ്, അമേരിക്ക, ഇസ്രായേൽ, അവരിലൂടെ ഈ സയണിസം, പാശ്ചാത്യൻ സംസ്കാരം, മുസ്ലിങ്ങളുടെ അജ്ഞത മുതലെടുത്തുകൊണ്ട്, അതേപോലെ തന്നെ അവരുടെ വിവേകക്കുറവ് നിരീക്ഷിച്ചുകൊണ്ട് അതൊക്കെ മുസ്ലിം സമൂഹത്തിൻ്റെ മനസ്സിലേക്കും ജീവിതത്തിലേക്കും കുത്തിയിറക്കുന്ന, വലിച്ചിറക്കുന്ന ഒരു അവസ്ഥ, അപകടകരമായ ഒരവസ്ഥ ഇവിടെ ലോകത്തുണ്ട്.
ഇവിടെ മറുഭാഗത്തുള്ളത് ഇറാൻ അഥവാ ശുദ്ധ ഷിയാ രാജ്യം. ശുദ്ധ ഷിയാ രാജ്യമാണ്. ഈ ഹുമൈനി അവിടെ വിപ്ലവം നടത്തി. അതിന് ഇസ്ലാമിക വിപ്ലവം എന്ന പേരിട്ടത്. ഇസ്ലാം ഒരിക്കലും വിപ്ലവത്തിൻ്റെ മതമല്ല. വിപ്ലവത്തിൻ്റെ ചിന്തനല്ല ഇസ്ലാമിൻ്റെത്. അത് സമാധാനത്തിൻ്റെ മതമാണ്. പക്ഷേ അതിനൊരു വിപ്ലവ മുഖമുണ്ടാക്കി അഹ്ലുസുന്നയുടെ നല്ലൊരു ശതമാനം, ലക്ഷക്കണക്കിന് ആളുകളെ പല രാജ്യങ്ങളിലും അവർ കൊന്നൊടുക്കി. അങ്ങനെയാണ് ആ രാജ്യത്തെ ഷിയാ രാജ്യമാക്കി അവർ മാറ്റുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പ്രശ്നം എന്താണ്, അവരുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നം എന്താണ്, ഇത് തുറന്നു പറയുക എന്നത് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതാണ്. അതാണ് ഇസ്സത്ത് പറഞ്ഞാൽ. അതൊരിക്കലും ഒരു ടീമിനെ കാഫിറാക്കി അല്ലെങ്കിൽ മുഷിരിക്കാക്കി അല്ലെങ്കിൽ അവരെ ആകപ്പാടെ എന്തോ ആക്കി അങ്ങനെ പറയാനുള്ളതല്ല. ഇത് ഇസ്ലാമിൻ്റെ നിലപാടാണ്, അഹ്ലുസുന്നയുടെ നിലപാടാണ്. അത് യുദ്ധം ഉണ്ടെങ്കിലും യുദ്ധം ഇല്ലെങ്കിലും ഒക്കെ നിലപാടാണ്. അതിൽ മാറ്റമൊന്നുമില്ല. ഏത് അവസ്ഥയിലും പറയാനുള്ള നിലപാട്. ഇപ്പോൾ ഇവിടെ കൊറോണ എന്ന വലിയ പ്രശ്നം എല്ലാവരും ബാധിച്ചു അല്ലേ? ആ കൊറോണ എന്നുള്ള പ്രശ്നം ബാധിച്ചപ്പോൾ ആരെങ്കിലും ഇസ്ലാമിനെ പറ്റി പറയാതെ അല്ലെങ്കിൽ മറ്റുള്ള തെറ്റുകളെ പറ്റി പറയാതെ പറയാൻ പറ്റൂല അവിടെ കൊറോണ പ്രശ്നം അങ്ങനെ ഉണ്ടായോ? ഇല്ല. എന്ത് സംഭവിച്ചാലും പറയേണ്ടത് പറയണം. അതങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ നിലപാടാണ് അഹ്ലുസുന്നയുടെ വക്താക്കൾ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. ഇന്നും സ്വീകരിക്കുന്നത് അതാണ്. പക്ഷെ എന്താ വെച്ചാൽ ഈ ഷിയാക്കളുടെ ഷിയാക്കൾക്ക് പാദസേവ ചെയ്ത് നടക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവർക്ക് ഒരു പൊള്ളലാക്കാനും ശരിക്കും ഒരു ഭയങ്കര ആഘാതമായിട്ട് അവർക്ക് അനുഭവപ്പെടും. അപ്പോൾ അതിന് ഒന്ന് പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിനൊന്ന് മറികടക്കാൻ അവർ കണ്ട വഴിയാണ് എന്ത് ചെയ്യുക, പെട്ടെന്നൊരു ഷിർക്കാരോപണം അല്ലെങ്കിൽ ഒരു കുഫർ ആരോപണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മേൽക്കണ്ട് ഇട്ടാൽ ആ ആളുകൾ അയിമക്ക് തിരിഞ്ഞോളും. ഈ ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ അവർക്ക് ഉണ്ടായിട്ടുള്ളത്. സത്യത്തിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ഇവിടെ 940 മുതൽ പ്രവർത്തിച്ചു വരുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ 4 സ്തൂപങ്ങളെപ്പറ്റി, ജമാഅത്തെ ഇസ്ലാമിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത 4 സ്തൂപങ്ങളുണ്ട്. ആ സ്തൂപങ്ങളെപ്പറ്റി പഠിച്ചാൽ അവരുടെ ആശയം എന്തായിരുന്നു, ആ ആശയം അവരുടെ വ്യത്യസ്ത ചിന്തകളിലൂടെ സമൂഹത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് പഠിച്ചാൽ ഈ ലേഖനത്തിൽ പറഞ്ഞ കാര്യം ശരിക്കും ഇവിടെ ചെയ്യുന്നത് ആരാണ്? ജമാഅത്തെ ഇസ്ലാമിയാണ്. അപ്പോൾ അത് ആളുകൾക്ക് അറിയാതിരിക്കാൻ കാരണം ഷിയാക്കളെ തെഖിയ വാദ ഓൽക്കുള്ളത്. അതായത് ഇത് പുറത്തറിയരുത്, ഇതിങ്ങനെ ഒളിപ്പിച്ചു കൊണ്ടുപോവുക, ഒളിപ്പിച്ചിങ്ങനെ അതിനെ തെഖിയത്ത് കയറുക, ഒളിപ്പിച്ചു കൊണ്ടുപോവുക. ഇതുപോലെ ഇപ്പോൾ സമസ്തക്കാർ ഇവിടെ കുറേ ഷിയ ആചാരം കൊണ്ട് നടക്കുന്നുണ്ട്. ഞങ്ങൾ ഷിയാക്കളാന്ന് പോലും പറയില്ല. ഷിയാക്കളാന്ന് പറയില്ലെന്ന് ഷിയാക്കളെ എതിർക്കുന്നവരായിട്ട് അഭിനയിക്കുകയും ചെയ്യും. അത് തെഖിയത്താണ്. എന്ന പോലെ തന്നെ ഇവർ ഈ തെഖിയാവാദത്തിൻ്റെ മറവിൽ എന്ത് ചെയ്യുന്നു, ഈ കാര്യങ്ങൾ മറ്റുള്ളവരുടെ മേൽ വെച്ച് കെട്ടിയിട്ട് ഇവരെ മനസ്സിൽ ഒരു കാര്യം കൊണ്ട് നടക്കണം. യഥാർത്ഥത്തിൽ ഖുമൈനിയും ഹസനുൽ ബന്നയും അതേപോലെ തന്നെ മൗദൂദിയും അതേപോലെ തന്നെ സയ്യിദ് കുത്തുബും ഈ 4 സ്തൂപങ്ങളില്ലാത്ത ഒരു ജമാഅത്തെ ഇസ്ലാമി ഒരിക്കലും ഉണ്ടാവില്ല. ഇത് 4 ഇല്ലാത്തൊരു ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാവില്ല. ഈ 4 ആളുകളുടെ ആശയങ്ങളും ഇവിടെ സാധാരണക്കാർക്ക് പോലും വായിക്കാൻ പറ്റിയ രൂപത്തിൽ ഇറക്കിയതാരാ, മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരാ? ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. എന്താ ഈ 4 ആൾക്കാർ ആശയം? ഇപ്പോൾ നമുക്ക് ഹസനുൽ ബന്ന അഥവാ ഇഖ്വാനിസത്തിൻ്റെ സ്ഥാപകനാണ് ഹസനുൽ ബന്ന. ആ ഹസനുൽ ബന്ന ഇഖ്വാനിസം സ്ഥാപിച്ച അതിൻ്റെ ലക്ഷ്യങ്ങളും വാദങ്ങളും വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ പറയുക. ഷബാബിന് വേണ്ടി യുവാക്കൾക്ക് വേണ്ടി പ്രത്യേകം മൂപ്പര് എഴുതിയൊരു റിസാലുണ്ട്. അതിൽ മൂപ്പര് പറയുന്ന കാര്യം എന്താ വെച്ചാൽ വൈന്നമാ നുഅലിനു ഫി വുളൂഹിൻ വസറാഹ, നമ്മൾ വളരെ വ്യക്തമായി തന്നെ പ്രഖ്യാപിക്കുന്നു അന്ന കുല്ല മുസ്ലിം ലാ യുഅ്മിനു ബിഹാദൽ മിൻഹാജ് വലാ യഅമലു ലിതഹഖീഖിഹി ലാ ഹല്ല ലഹു ഫിൽ ഇസ്ലാം എന്നാണ്. ഈ ഹസനുൽ ബന്ന സ്ഥാപിച്ച ജൂത ആശയം, സയനിസ്റ്റ് ആശയം, ഇഖ്വാനിസം എന്നത് അത് പിൻപറ്റാത്ത, അത് മുറുകെ പിടിക്കാത്ത, അത് ശരിയാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാത്ത ഒരാൾക്ക് ലാ ഹല്ല ലഹു ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ഒരു വിഹിതം അല്ല എന്ന് പറഞ്ഞാൽ എന്താ? ഇതിലപ്പുറം കാഫിറാക്കൽ എന്താ? ഇസ്ലാമിൽ നിന്ന് ഔട്ടാക്കിയ അയാളെ. ഇതാണ് ഹസനുൽ ബന്ന ചെയ്ത പണി. ഈ ഹസനുൽ ബന്ന ഇല്ല എന്ന് പറഞ്ഞ് പോകുന്ന ഒരു ജമാഅത്ത് നേതാവിനെ കാണിച്ചു തരാൻ പറ്റൂ? ഇല്ല. ഇനി അയാൾ ആശയത്തിൻ്റെ ലക്ഷ്യമായിട്ട് പറഞ്ഞ കാര്യമാണ് ഫമൻ അറാദ അൻ യൽഹഖ ബിനാ ഫഹുവ മുസ്ലിം, നമ്മളോടൊപ്പം ചേരാൻ ഉദ്ദേശിക്കുന്നവൻ മുസ്ലിമാണ്. വമൻ വഖഫ ളിദ്ദനാ ഫഖദ് ഹക്കമ അലാ നഫ്സിഹി ബിൽ കുഫർ, നമുക്ക് എതിരായിട്ട് നിന്നാൽ ഓൻ്റെ മേൽ കുഫർ വിധിക്കുന്നു.
ഇത്രയും പറഞ്ഞ ഇതിനേക്കാളുണ്ട് സ്വഹാബത്തിനെ കാഫിറാക്കിയ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത ഒരു വ്യക്തിയുടെ അനുയായികൾ മറ്റുള്ളവരുടെ പേരിൽ ആരോപണം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുക എന്നുള്ളത് മഹാ അപരാധം തന്നെയാണ്. അതേപോലെ തന്നെ ഇനി മൗദൂദി, അബുലാല മൗദൂദി സ്വഹാബത്തിൻ്റെ വിഷയത്തിൽ സ്വഹാബത്തിനെ ചീത്ത പറഞ്ഞത്, സ്വഹാബത്തിനെ പിന്നെ കാഫിറാക്കിയതിന് കൂട്ടുന്നത്, ഈ പിന്നെ ഹുമൈനിയുടെ വിപ്ലവം ഇസ്ലാമിൻ്റെ വിപ്ലവം എന്ന് പരിചയപ്പെടുത്തിയ ആളെ മൗദൂദി. ഹുമൈനി ആരാ? സ്വഹാബത്തിന് ചീത്ത പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു, എത്ര സ്വഹാബികളെ, ഇഷ്ടം പോലെ സ്വഹാബികളെ. അതേപോലെ സയ്യിദ് കുത്തുബിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കാൻ പറ്റുമെന്നുള്ള കാര്യം ആധുനിക പണ്ഡിതന്മാരോട് വരെ ഇബ്നു ബാസ് റഹിമഹുല്ലാ, ഉസൈമി റഹിമഹുല്ലാ അങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിൽ പണ്ഡിതന്മാർ കൊടുത്ത മറുപടി പീച്ച് ചീന്തി കളയണം എന്നാണ്, കീറിക്കളയണം. കാരണം എന്താ? സബ്ബു സ്വഹാബത്തിനെ ചീത്ത പറയൽ, പ്രത്യേകിച്ച് മുആവിയ റളിയല്ലാഹു അൻഹു, അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികളെ അവർ പിന്നെ കുഫർ ചാർത്തി അവരെ ചീത്ത പറയുന്ന ശൈലിയാണ്. അപ്പോൾ ചുരുക്കി പറയും, ഈ 4 ആളുകളെ കേന്ദ്രീകരിച്ച് പോകുന്നൊരു പ്രസ്ഥാനമാണ് ഇവർ. എന്നിട്ട് ഇവരെന്ത് ചെയ്യുക? യഥാർത്ഥ അഹ്ലുസുന്നയുടെ നിലപാടിൽ ഉറച്ചു പോകുന്ന ആളുകളെ വേദനിപ്പിക്കാനും അവരെ പിന്നെ പരിഹസിക്കാനും അവരെ പ്രതിക്കൂട്ടിൽ നിർത്താനും ഇവർ പണിയെടുക്കുക. ഈ മുഖമാണ് സമൂഹം തിരിച്ചറിയേണ്ടത്. ഇനി ഇതിൽ തന്നെ നോക്കൂ, ഇതിൽ 10ാമത്തെ പേജിൽ പറയണം, ഇക്കൂട്ടരുടെ അന്വേഷണ പരിധിയിൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ഒക്കെ പെടും. മൊത്തം പണ്ഡിതന്മാർ ഏതേത് ഗണത്തിൽ പെടുമെന്ന് അവർ തീരുമാനിക്കും. നരകത്തിൽ പോകുന്നവരുടെയും സ്വർഗത്തിൽ പോകുന്നവരുടെയും ലിസ്റ്റും അവരുടെ കയ്യിൽ കാണും. പരിഹസിച്ച് പറയാണ്. നമ്മളിങ്ങനെ ഓരോരുത്തർക്ക് സ്വർഗമുണ്ട് നരകമുണ്ട് എന്ന് പറയണ പണിയെന്ന് പറയാം. ശരിക്ക് ഈ ഹസനുൽ ബന്നയുടെ ഈ വരികൾ, അഥവാ ലാ ഹല്ല ലഹു ഫിൽ ഇസ്ലാം എന്ന ഈ വരി ഇതുവർ പറയട്ടെ, ഇത് നരകത്തിക്കുള്ള സ്വർഗത്തിക്കുള്ള അവർ പറയട്ടെ. അതേപോലെ തന്നെ നമുക്ക് എതിരായി നിന്നവൻ്റെ മേൽ കുഫർ വിധിക്കുന്നു പറഞ്ഞാൽ ആരാണ് ശരിക്കും സ്വർഗത്തിൻ്റെ നരകത്തിൻ്റെ പട്ടിക അവിടെ എഴുതി കൂട്ടിയത്? ഈ സ്വഹാബത്തുകളെ മുഴുവനും, സ്വഹാബത്തുകൾ അധിക പേര് ചീത്ത പറഞ്ഞ് അവരെ നിലപാടൊക്കെ ഇസ്ലാം പറഞ്ഞ യഥാർത്ഥ നിലപാടല്ലായിരുന്നു. ഇപ്പോൾ മൗദൂദിയുടെ പുസ്തകം, ഈ പുസ്തകം നമുക്കിവിടെ പിന്നെ എടുത്ത് വായിക്കുക, ഖുത്തുബാത്ത് എടുക്കുക. അതുപോലെ ഖുർആനിലെ 4 സാങ്കേതിക ശബ്ദങ്ങൾ, ഇലാഹ്, റബ്ബ്, ഇബാദത്ത്, ദീന്, ഈ പദങ്ങൾ, ഈ 4 പദങ്ങളെപ്പറ്റി മൗദൂദി മനസ്സിലാക്കുന്നത് വരെ ആർക്കും ശരിക്കും മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മൗദൂദി മനസ്സിലാക്കുന്നത് വരെ ആരും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഇനിയിത് റൂദാദ് ജമാഅത്തെ ഇസ്ലാമി എതിൽ പറയണം തരുമോ? മൗദൂദി കൊണ്ടുവന്ന ആശയം സ്വീകരിച്ചാൽ അയാൾ എന്ത് ചെയ്യണം? അയാൾ ഈമാനെ പുതുക്കണം എന്നാണ് പറയണത്. അപ്പോൾ ഈമാനെ പുതുക്കണം എന്ന് പറഞ്ഞാൽ എന്താ? അതുവരെ അയാൾ കുഫറിലല്ലേ? അപ്പോൾ ഇതൊക്കെ പച്ച മലയാളത്തിൽ എഴുതി ആളുകളെ കൊണ്ട് വായിപ്പിക്കുന്നവരാണ് എന്ത് ചെയ്യണത്? മറ്റുള്ളവരുടെ ഈ ഹക്കിന് വേണ്ടി, സത്യത്തിന് വേണ്ടി രാവും പകലും പ്രമാണങ്ങൾ മുൻനിർത്തി പണിയെടുക്കുന്ന ആളുകൾ നോക്കിയിട്ട് കാഫിറാക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം നൽകിയത് എന്ന് പറഞ്ഞ് ഇവർ പരിഹസിക്കുക. അപ്പോൾ ഇതൊക്കെ നിർത്തിയിട്ട് ഇവരുടെ ഇത്തരത്തിലുള്ള ഈ തെറ്റായ ചിന്തകളും അതേപോലെ തന്നെ പാദസേവകളൊക്കെ ഒഴിവാക്കിയിട്ട് ശരിയായ ആശയത്തിലേക്ക്, ഇപ്പോൾ ഇവരെ കൂടെ ഈ ഇഖ്വാനിസം തലക്ക് പിടിച്ച് മൗദൂദിസം തലക്ക് പിടിച്ച് പോകുന്ന ആളുകൾ ഫേസ്ബുക്കിലൊക്കെ എഴുതി വിട്ടിട്ടുണ്ട്. ഇപ്പോൾ അബ്ദുൽ നസീർ അസ്ഹരി ഇവരെ കൂടല്ലേ, അഥവാ ജൂതായിസം എന്നാണ് പറഞ്ഞത്. ഇത് ഈ സലഫി ആശയധാരയിലൂടെ പോകുന്ന അഹ്ലുസുന്നയുടെ ആളുകൾ അപ്പോൾ ജൂതായിസം എന്ന് പറഞ്ഞാൽ എന്താ? ഇതിലപ്പുറം എന്താ പിന്നെ കുഫർ വർത്താനം പറയൽ. അപ്പോൾ അവർക്കെന്തും പറയാം. അതാണ് അവരുടെ ഒരു മുഖം അവിടെ കാണിക്കുന്നു, മറ്റൊരു മുഖം ഇവിടെ സമൂഹ മധ്യത്തിൽ കാണിക്കുന്നു എന്നതാണ്. ഇതാളുകൾ തിരിച്ചറിഞ്ഞിട്ട് യഥാർത്ഥ ദീനിലേക്ക്, ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം തന്നെ മൗദൂദി കൊടുത്തപ്പോൾ ലാ ഹാക്കിമ ഇല്ലല്ലാ അല്ലെങ്കിൽ ലാ മുത്തിയ ഇല്ലല്ലാ, വിധികർത്താവ് അല്ല മാത്രം, അനുസരിക്കപ്പെടേണ്ടവൻ അല്ല മാത്രം എന്നതിലൂടെ തന്നെ ലക്ഷ്യമാക്കിയത് എന്താ? ഇതാണല്ലോ. മാത്രവുമല്ല ഈ മൗദൂദിയുടെ ആശയപ്രകാരം അല്ലാത്തവരൊക്കെ എന്താണ്? ഷിർക്കിലാണ്, കുഫറിലാണ്. മൗദൂദിയുടെ തൗഹീദ് പ്രകാരം. കാരണം അത് ഖവാരി തൗഹീദാണ്, ഖവാരിജ് ഷിയ തൗഹീദാണ്. അപ്പോൾ ആ തൗഹീദ് ഉൾക്കൊള്ളാത്തവരൊക്കെ ശരിക്കും ഷിർക്കിലും കുഫറിലും ആണെന്ന മൗദൂദിയുടെ ആശയം അതന്നെ ഇവിടെ മലയാളത്തിലേക്ക് അടിച്ച് ജമാഅത്ത് ഇസ്ലാമി വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മറച്ചു വെച്ചിട്ട് ഞങ്ങൾ വിശുദ്ധരാണ്, നല്ലവരാണ് എന്ന് തെളിയിക്കാനുള്ള ഈ വ്യഗ്രത അത് വില പോകില്ല എന്നാണ് വളരെ വിനയത്തോടെ സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ മുസ്താഖ് കിമി ഇവിടെ ഇപ്പോൾ കാഫിറാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. പക്ഷേ എന്താണ് ശരിക്കും ഒരു മുസ്ലിമിനെ കാഫിറാക്കുന്ന അഹ്ലുസുന്നയുടെ നിലപാട് എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമായ വ്യക്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന, കിബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന,
അതേപോലെ തന്നെ ഞാൻ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിച്ചു വരുന്ന, മുസ്ലിമായി തന്നെ ജനിച്ച് അങ്ങനെ തുടരുന്ന ഒരാളെക്കുറിച്ച് കാഫിറാണ്, അയാൾ ഒരു മുബ്തദിയാണ്, അയാൾ ഫാസിഖാണെന്നൊക്കെ പറയുന്ന വാചകം വളരെ ഗൗരവപ്പെട്ടൊരു വാചകമാണ്. അപ്പോൾ ഈ ഇത്തരം ആളുകൾ നമ്മുടെ ഒരു ആശയം സ്വീകരിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നൊരു ആശയത്തെ അവർക്ക് ഇഷ്ടമല്ല എന്നുള്ളതുകൊണ്ട് മാത്രം ഒരാൾ കാഫിറാക്കുക, ഒരാൾ ഇസ്ലാമിന് പുറത്താന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു വർത്താനല്ലത്. അയാൾ ഇസ്ലാമിൻ്റെ പരിധിനടുത്ത് പുറത്ത് കിടുകയാണ്. അതിൻ്റെ അധികാരം അള്ളാഹുവിന് മാത്രം. ഇയാൾ കാഫിറാണ് എന്ന് അള്ളാഹുവിൻ്റെ ഒരു അധികാരത്തിലേക്ക് ഇയാൾ കടന്നു കയറുകയാണ്. ഇയാൾ സ്വർഗത്തിലാണ്, ഇയാൾ നരകത്തിലാണെന്നൊക്കെ വിധി പറയാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമാണ്. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതൊരു വ്യക്തമായ തെളിവാണ്. ഞാൻ മുസ്ലിമായി വരുന്നു, ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞ് ഷഹാദത്ത് കലിമ ചൊല്ലി അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് വരുന്നൊരു വ്യക്തി അത്രയും ഉറപ്പുണ്ടാകണം. അയാളെക്കുറിച്ച് കാഫിറാണ് എന്ന് പറയണമെങ്കിൽ അത്രയും ഉറപ്പുണ്ടാകണം. അതൊന്നും ഇല്ലാതെ വേറൊരു വാചകം കിട്ടി അവിടെ നിന്നൊക്കെ ചില രേഖകൾ കണ്ടുകൊണ്ട് മാത്രം ഇന്നാൾ കാഫിറാണ് എന്ന് വിധിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വ്യക്തികൾ ചെയ്യേണ്ട പണിയേ അല്ല. ഇനി അങ്ങനെ ആരെങ്കിലും കുറിച്ചൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചിലപ്പം ഏതെങ്കിലും ഒരു ഔദ്യോഗിക സംവിധാനം അല്ലെങ്കിൽ ഒരു ഭരണകൂടം എന്ന നിലയ്ക്ക് ഇപ്പോൾ സൗദി അറേബ്യ പോലത്തെ രാജ്യങ്ങൾക്ക് ഒരാളെ കുറിച്ച് സംശയം തോന്നിക്കഴിഞ്ഞാൽ അയാൾ കോടതിയിലേക്ക് വിളിക്കുന്നു, അയാളെക്കുറിച്ച് കൂടുതൽ അയാൾ സംസാരിക്കുന്നു, പഠിക്കുന്നു, അയാൾ ആശയം അയാളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇതിനടുത്ത് റെഡി ആവണില്ലെങ്കിൽ ഒരു പക്ഷെ എന്ത് ചെയ്യും, ഒരു ഇന്ന വ്യക്തി കാഫിറാണ് എന്ന് ചിലപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റേതായ നിലപാട് സ്വീകരിക്കും. അതൊരു ഭരണഘടന എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഭരണകൂടം എന്ന നിലയ്ക്ക് എടുക്കേണ്ട നിലപാടാണ്. നമ്മൾ ഈ വ്യക്തികൾ ഇവിടെ നിന്നിട്ട് ഇന്നാൾ കാഫിറാണ്, ഇന്നാൾ മുബ്തദിയാണ്, ഇന്നാൾ ഫാസിഖാണ് എന്നൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ അത് ഒരു സംഘടനയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത പരസ്പരം അങ്ങോട്ട് കാഫിറാക്കുക എന്നുള്ള രീതി ഒരിക്കലും ശരിയായ രീതിയല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ യുദ്ധത്തിലേക്ക് പോവാണ്, ആ യുദ്ധത്തിൽ വെച്ച് ഇപ്പോൾ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഉസാമത്തുബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോയി. ആ യുദ്ധത്തിൽ അവർ ശത്രുക്കളെ പരാജയപ്പെടുത്തി. അങ്ങനെ ഒരാളെ പിന്നാലെ കൂടി അയാളെ ഏകദേശം ഒരു വരുതിയിലായി അദ്ദേഹത്തെ ആക്രമിക്കാൻ നേരത്ത്, അയാളെ കൊലപ്പെടുത്താൻ നേരത്ത് അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി ഷഹാദത്ത് കലിമ ചൊല്ലി അയാൾ വന്നു. അപ്പോൾ ഈ സമയത്ത് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഉസാമ റളിയല്ലാഹു അൻഹു മനസ്സിലായി ഇത് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം പറയുന്നൊരു വാചകമാണല്ലോ. നമുക്കും അതിനെ തോന്നണം, അങ്ങനെ തോന്നിപ്പോലും ഒരാൾക്ക്. ഉസാമ റളിയല്ലാഹു അൻഹു വകവെക്കാതെ ആ വാക്കിനെ സ്വീകരിക്കാതെ കൊന്നു കളഞ്ഞു. പിന്നെ പ്രവാചകൻ്റെ അടുക്കലേക്ക് തിരിച്ചു വന്നിട്ട് ഈ കാര്യം പറയാണ്. അപ്പോൾ ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞെടുത്തു, ഞാനിങ്ങനെ ഷഹാദത്ത് കലിമ ചൊല്ലിയ വ്യക്തി, പക്ഷേ ഇത് രക്ഷപ്പെടാൻ ചെല്ലുകയാണെന്നൊക്കെ എന്ത് ചെയ്തു, അദ്ദേഹത്തെ ഞാൻ കൊന്നു കളഞ്ഞു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുന്ന ഖതൽതുഹു ബഅദ മാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം നീ കൊന്നു കളഞ്ഞു ആ വ്യക്തിയെ എന്ന് നബി സല്ലല്ലാഹു തിരിച്ചു ചോദിച്ചു എന്നാണ്. അപ്പോൾ അദ്ദേഹത്തോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇദ്ദേഹം പറയുന്നുണ്ട്, ഇന്നമാ കാന മുതഅവ്വിദൻ, അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ വാചകമല്ലേ നബിയെ, അതിനുവേണ്ടി മാത്രമാണ് പറയണത്. അപ്പോൾ പ്രവാചിച്ചിരിക്കണ് ഖതൽതുഹു മാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം വീണ്ടും അയാളെ കൊന്നു കളയോ എന്നിങ്ങനെ പ്രവാചകൻ അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച് വന്ന ഒരാൾ പിന്നെ അയാളെ കൽബ് തുറന്നു നോക്കാനൊന്നും പറ്റൂല. അയാളുടെ ആ പ്രഖ്യാപനത്തിൽ വന്നു കഴിഞ്ഞാൽ ലാ ഇലാഹ ചൊല്ലി ഷഹാദത്ത് ചൊല്ലി പിന്നെ എന്താണ്, പിന്നെ ഒന്നും ചെയ്യാനില്ല, തിരിച്ചു പോരാണല്ലോ വേണ്ടത്. പിന്നെ അദ്ദേഹത്തിന് കൊന്നുകളയുന്നത് പ്രവാചകൻ ആവർത്തിച്ചു കൊണ്ടേയിരുന്നതാണ്. എന്നിട്ട് ഉസാമ റളിയല്ലാഹു അൻഹു തോന്നിപ്പോയി, ഞാൻ ഈ ദിവസത്തിന് ശേഷം മുസ്ലിം ആയിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു എന്ന് തോന്നിപ്പോകുമാറ് പ്രവാചകൻ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. അപ്പോൾ നോക്കൂ, ഒരു മനുഷ്യനെ ഇസ്ലാം എന്നാണ് പുറത്തേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആശയത്തിലേക്ക് വന്നില്ല, നമ്മൾ പറയുന്നൊരു കാര്യം സ്വീകരിച്ചില്ല എന്നുകൊണ്ട് മാത്രം അയാൾ കാഫിറാണ്, അയാൾ മുബ്തദിയാണെന്നൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ വളരെ ഗൗരവപ്പെട്ടൊരു വാചകമാണ് അയാൾ നിർവഹിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ചില ആളുകൾ പറയും അള്ളാഹു നമുക്ക് പുറത്തു തരില്ല എന്ന് പറയും. അപ്പോൾ ഇയാൾ കുറേ ചെയ്യുന്ന ആൾ, നമ്മൾ ഉപദേശിക്കുന്ന ആൾ പക്ഷേ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും, നമ്മൾ നിരന്തരം ഉപദേശിക്കുന്നുണ്ടാവും, പക്ഷേ എത്ര ആൾ സ്വീകരിക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ ബനു ഇസ്രായേൽപ്പെട്ട രണ്ടാളുടെ കഥ ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ. രണ്ടാളുകൾ, ഒരാൾ വളരെ ഒരു തിന്മകളൊക്കെ ചെയ്യുന്ന, എപ്പോഴും പാപം ചെയ്യുന്ന ഒരാളാണ്, മറ്റേ വ്യക്തി വളരെയധികം അദ്ദേഹത്തെ ഉപദേശിക്കുന്നു. ഉപദേശിച്ച് ഇയാൾക്ക് മടുത്തു. പക്ഷേ ഇയാൾ വേണമെന്ന് വെച്ചാൽ ഈ ഉപദേശം കേട്ടിട്ട് ഇയാൾ പറഞ്ഞു, അള്ളാഹു എന്നെ എൻ്റെ മേൽ റാക്കിബാക്കി ഇന്നെ നിരീക്ഷിക്കാൻ്റെ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ, എന്തിനാ അങ്ങനെ കുറേ ഉപദേശിക്കണേ എന്നൊക്കെ ഇയാൾ തിരിച്ചു ചോദിച്ചു. അപ്പോൾ ഇയാൾക്ക് ദേഷ്യം നില പറഞ്ഞു അള്ളാഹു എനിക്ക് പുറത്തിരില്ല എന്ന് പറഞ്ഞതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഭവത്തിൽ പറയാണ്, രണ്ടാളും പരലോകത്തെത്തുമ്പോൾ ആരാണോ തിന്മ ചെയ്ത വ്യക്തി അയാൾക്ക് അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുകയും നിനക്ക് അള്ളാഹു പുറത്തു തരൂല എന്ന് അള്ളാഹുവിൻ്റെ അധികാരത്തിൽ കയറി സംസാരിച്ചൊരു വ്യക്തിയല്ലോ, അയാളുടെ നന്മകളൊക്കെ അള്ളാഹു നിഷ്ഫലമാക്കി കളയും, അയാൾ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതാണ്. ഇപ്പോൾ ഈ ഹദീസ് കഴിഞ്ഞ ശേഷം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചില വാക്കുകളുണ്ട്, ആ വാക്ക് പറഞ്ഞാൽ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടാൻ ആ ഒറ്റ കലിമത്ത് മതിയാവും. ഇന്നാൾ കാഫിറാണ്, ഇന്നാൾ മുബ്തദി എന്ന് പറഞ്ഞ് വളരെ ഗൗരവപ്പെട്ടൊരു വാചകമാണ്. അത് നമ്മൾ അറിയാതെ പോലും ഒരു വ്യക്തിയെക്കുറിച്ച് അത്രയും തെളിവുകളുണ്ടെങ്കിൽ അത്ര ഉത്തരവാദപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ചെയ്യേണ്ട ഒരു പണി നമ്മൾ കയറി നമുക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുന്നതനുസരിച്ച് അത് കാഫിറാണ്, മറ്റ് ഇവൻ മുബ്തദിയാണ്, ഇവ ഇസ്ലാമെന്ന് പുറത്താണ്, ഓൻ നരകത്തിലാണെന്നൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും വിശ്വാസിയിലൊന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഫഇന്നല്ലാഹ ഖദ് ഹറമ അലന്നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ആ വാക്കാരെങ്കിലും പറഞ്ഞാൽ
അവനക്ക് അള്ളാഹു നരകം നിർബന്ധമാക്കിയിരിക്കുന്നു. എന്നാൽ ആ കലിമത്ത് ഉച്ചരിക്കുന്ന ആളിൽ ഹൃദയത്തിൽ തരിമ്പെങ്കിൽ ഈമാൻ ബാക്കിയുണ്ടെങ്കിൽ അയാൾ നരകത്തിലെ ശിക്ഷ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് എത്തും, അത് ഉറപ്പാണ്. അയാൾക്ക് തരിമ്പെങ്കിൽ ആ ഈമാൻ ഹൃദയത്തിലുണ്ടെങ്കിൽ അയാളുടെ മുഴുവൻ പാപങ്ങൾക്കുള്ള ശിക്ഷയും കൊടുത്ത് അവസാന ഘട്ടത്തിൽ സ്വർഗത്തിലേക്ക് എത്തും. കാഫിർ എന്ന് പറഞ്ഞാൽ എന്താ? അയാൾ കാലാകാലം നരകത്തിലാണ്. അയാൾ ഇനി സ്വർഗത്തിലേക്ക് അതാണ് ആ വാക്ക് വെറൊരു വാക്കല്ലല്ലോ. അയാൾ കാഫിർ എന്ന് പറയുമ്പോൾ അയാൾ കാലാകാലം നരകത്തിലാണ്. ഇനി ഒരു കാലത്തും സ്വർഗത്തിലേക്ക് വരുന്നില്ല എന്ന് മാത്രമല്ല, അയാൾക്ക് ഇനി ഒരു വിവാഹം കഴിപ്പിച്ച് കൊടുക്കാൻ പാടില്ല, മുസ്ലിമിന് വിവാഹം കഴിപ്പിച്ച് കൊടുക്കാൻ പാടില്ല. അയാളുടെ വിവാഹബന്ധം ഉണ്ടെങ്കിൽ അത് വിച്ഛേദിച്ച് പോകണം. അയാൾ മരിച്ചാൽ മുസ്ലിമിയുടെ ഖബർസ്ഥാനിൽ മറവിടാൻ പാടില്ല. അയാൾക്ക് വേണ്ടി ജനാസ നിസ്കരിക്കാൻ പാടില്ല. അയാൾ നിസ്കരിക്കണം, അയാൾ പിന്നിൽ കുറേ മസാലകളുണ്ട് അതിന് പിന്നാലെ. ഒരു ചെറിയൊരു കാഫിറാണെന്ന് പറഞ്ഞ് നമ്മൾ ഏതെങ്കിലും ഒരു സംഘടനയുടെ പേര് പറഞ്ഞ് ഒരു ഐഡി കാർഡ് കൊടുക്കുന്ന പോലെ അല്ലല്ലോ. ഇതൊരു കാഫിർ എന്ന് പറയുമ്പോൾ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്താക്കി സാധാരണ ഒരു കാഫിറിനെ എങ്ങനെയാണോ നമ്മൾ കാണുന്നത് അതുപോലെയാണ് ആ വ്യക്തിയെ കാണുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത്രയും ഗൗരവപ്പെട്ടൊരു വാചകമാണ് പറയുന്നതെന്ന് ആലോചിക്കണം. ഈ സൂറത്തുൻ നിസായിൽ 94-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളായ മനുഷ്യരെ, ഇദാ ലറബ്തും ഫീ സബീലില്ലാഹി ഫതബയ്യനു, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങൾ ശരിക്കും പരിശോധിക്കണം, ശരിക്കും നോക്കണം. എന്ത് നോക്കണം? ശത്രുവാരാണ്, മിത്രമാരാണ്, മുസ്ലിമാരാണ്, പുറത്തുള്ളതാരാണ് എന്നൊക്കെ ശരിക്കും ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. വലാ തഖൂലു ലിമൻ അൽഖാ ഇലൈക്കുമുസ്സലാമ ലസ്ത മുഅ്മിന, നിങ്ങൾക്ക് സലാം വർഷിക്കുന്ന ആളുകളെക്കുറിച്ച് നിങ്ങൾ മുഅ്മിനല്ല, ഓൻ സത്യവിശ്വാസിയല്ല, ഓൻ ഗാഫിറാണെന്ന് നിങ്ങൾ പറയാൻ പോകരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഐഹികമായ ലാഭങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് ആ സന്ദർഭത്തിൽ കിട്ടാനുള്ള ചില ലാഭങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരാൾ മുസ്ലിം അല്ല, ഒരാൾ കാഫിറല്ല എന്നുള്ള മുസ്ലിമായ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ പറയരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത് കാണാൻ സാധിക്കും. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദാ ഖാല റജുലു ലി അഖീഹി യാ കാഫിർ. അപ്പോൾ അവർ അതിൽ പ്രബോധത്തിലെടുത്തെടുത്ത ഒരു ഹദീസ് കൂടിയാണത്. അവർ പറഞ്ഞു വെച്ചാൽ, ഒരു വ്യക്തിയെ നിങ്ങൾ കാഫിർ എന്ന് വിളിച്ചാൽ ബാ ബിഹി അഹദുഹുമ, രണ്ടാളൊരാളിലേക്ക് ആ വാക്ക് മടങ്ങി വരുന്നതാണ്. ഒന്നെങ്കിൽ വിളിച്ച ആൾ, വിളിക്കപ്പെട്ട ആൾ ഒരു പക്ഷേ കാഫിറായിരിക്കും, അതല്ലെങ്കിൽ അയാൾ കാഫിറല്ല, അയാൾ ഒരു സത്യവിശ്വാസി തന്നെ ആയിരുന്നു, അയാൾ കുഫറിൻ്റെ പരിധിയിലേക്ക് അയാൾ എത്തിയിട്ടില്ല എങ്കിൽ ആ വാക്കുകൊണ്ടുള്ള കുറ്റം അയാളിലേക്ക് മടങ്ങി വരും, ആ വിളിച്ച വ്യക്തിയിലേക്ക് അത് മടങ്ങി വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. വേറൊരു ഹദീസിൽ കാണാം, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്, വമൻ ദഅ റജുലൻ ബിൽ കുഫരി ഔ ഖാല അദുവല്ല, ഒരു വ്യക്തിയെ നിങ്ങൾ കാഫിറാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശത്രുവാണ് എന്ന് വിളിച്ചാൽ, വലൈസ കദാലിക്, യഥാർത്ഥത്തിൽ അയാൾ അങ്ങനെ അല്ല, അയാൾ കാഫിറായിട്ടില്ല, നമ്മുടെ രൂപം കൊണ്ട് അയാളെ വിളിച്ചു പോയതാണ്, എങ്ങനെയെങ്കിൽ ഇല്ലാ ഹാറ അലൈഹി, അത് നേരെ തിരിച്ച് നമ്മളിലേക്ക് തന്നെ മടങ്ങി വരും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതേപോലെ തന്നെ അതിന് തൊട്ടു ശേഷം കാണാം, വലാ യർമി റജുലൻ ബിൽ ഫിസ്ഖി, ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ നിങ്ങൾ ഫാസിഖാണ് അല്ലെങ്കിൽ കാഫിറാണ് എന്നൊന്നും പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് തന്നെ അത് തിരിച്ചു വരും, അയാൾ അതിന് അർഹനല്ലെങ്കിൽ അത് നിങ്ങൾക്കുള്ള ഒരു ഗൗരവപ്പെട്ട താക്കീതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇങ്ങനെ ധാരാളം ഹദീസുകൾ കാണാൻ സാധിക്കും. വേറെ ഹദീസിൽ കാണാം, വമൻ ലഅന മുഅ്മിനൻ ഫഹുവ കഖത്ലിഹി, ഒരു വിശ്വാസിയെ ഒരാൾ ശപിക്കുന്നുണ്ടെങ്കിൽ അയാളെ കൊല്ലുന്നതിന് സമാനമാണ്. വമൻ ഖദഫ മുഅ്മിനൻ ബികുഫ്രിൻ, ഒരു വിശ്വാസിയെ നിങ്ങൾ കുഫർ കൊണ്ട് ആക്ഷേപിക്കുന്നു, കാഫിറാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഫഹുവ കഖത്ലിഹി, അയാളെ കൊല്ലുന്നത് പോലെയാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ സാധിക്കും. അതിനർത്ഥം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കുഫർ കണ്ടത് കുഫറാണെന്ന് പറയേണ്ടതല്ല, ആ ചെയ്യുന്ന പണി കുഫറാണ്, പക്ഷെ അതുകൊണ്ട് അയാൾ കാഫിറാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ചെയ്യുന്ന പണി ശിർക്കാണ്, നിങ്ങൾ തിന്മ ചെയ്യാൻ പറ്റും, ഇത് ശിർക്കാണ്, ഇത് തിന്മയാണ്, ഇത് കുഫറാണ്, ഇസ്ലാമിന് പുറത്തുപോകാൻ മാത്രം ഗൗരവപ്പെട്ടൊരു തിന്മയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾ ചെയ്യരുതെന്ന് പറയാം. അതിനപ്പുറത്തേക്ക് അത് ചെയ്തു കഴിഞ്ഞാൽ കാഫിറാണ്. ഇപ്പോൾ ഏതുപോലെ വെച്ചാൽ നിസ്കരിക്കാതിരുന്നാൽ ഇസ്ലാമിൽ കുഫറാണ്, ഒരു സംശയമില്ല. ഇസ്ലാമിൽ ഒരാൾ ബോധപൂർവ്വം മടി കാരണം നിസ്കരിക്കാൻ നടക്കുന്നുണ്ടെങ്കിൽ അയാൾ കാഫിർ തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷേ എന്നാലൊരു വ്യക്തി നിസ്കരിക്കാതെ വ്യക്തി ചൂണ്ടിയിട്ട് നമ്മൾ ഇയാൾ കാഫിറാണ്, ഇത് കാഫിറാണെന്ന് പറയാറില്ല. ആ പണി കുഫറാണ് എന്നതാണ് നമ്മൾ പറയാറുള്ളത്. അതാണ് ഒരു മുസ്ലിമിന് അധികാരമുള്ളൊരു പണി, അയാൾ ചെയ്യേണ്ട കാര്യം അതാണ്. അപ്പോൾ ആളുകൾ നമ്മൾ പറഞ്ഞ് കാഫിറാക്കല്ല വേണ്ടത്, അയാളെ പറഞ്ഞ് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പറഞ്ഞ് ഒരാൾ മുശ്രിക്ക് ആക്കരുത്, അയാൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുത്ത് സുന്നത്ത് പറഞ്ഞു കൊടുത്ത് മെല്ലെ മെല്ലെ തൗഹീദിലേക്ക് കൊണ്ടുവരേണ്ട ആളുകൾ എല്ലാവരും മുശ്രിക്ക് ആക്കി, എല്ലാവരും കാഫിറാക്കി, ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ ശരിയുള്ളൂ എന്ന് പരസ്പരം കാഫിറാക്കുന്ന രീതി. ഇപ്പോൾ കുറച്ച് മുമ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കാന്തപുരം അദ്ദേഹം പറയുന്നൊരു വാചകം എന്താ വെച്ചാൽ, ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള ഞാൻ മുസ്ലിമായി കാണില്ല എന്ന് പറഞ്ഞ് മൊത്തത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള മുഴുവൻ ആളുകളെയും ജമാഅത്തെ ഇസ്ലാമിയിലുള്ള മുഴുവൻ ആളുകളെയും ഒറ്റ വാക്കുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവരും അറിയും. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ആളുകളുണ്ടാവും. ഇനി മൂപ്പര് കാണുന്നത് പോലത്തെ ഒരു വിഷയം, പ്രവാചകൻ്റെ മൃതശരീരം അത് മണ്ണിൽ ലയിച്ചു പോകുന്ന ആളുകളാണെന്ന് വിശ്വാസം ഇവർക്കുണ്ട്. അങ്ങനെ വിശ്വസിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ അയാൾക്ക് ചിന്തിക്കാമല്ലോ. ഇതൊന്നും നോക്കാതെ ഒറ്റയ്ക്ക് പറയാണ്, അവരൊന്നും ഞാൻ മുസ്ലിമായി കാണില്ല,
അല്ലെങ്കിൽ അവർക്ക് കാഫിറുകളാണ് എന്ന് പറഞ്ഞ് അതിനെ വളരെ ലാഘവത്തോടു കൂടി ഈ വിഷയം കൈകാര്യം ചെയ്യുക എന്നുള്ളൊരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം ചേർന്നതല്ല. അത് എല്ലാവരും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ അധികാരത്തിൽ കയറിയവൻ സ്വർഗത്തിലാണ്, അല്ലെങ്കിൽ കാഫിറാണ്, മുശ്രിക്കാണ്, അവൻ മുബത്തദിയാണ്, അല്ലെങ്കിൽ അള്ളാഹു അവർക്ക് പുറത്തു തരില്ല എന്നൊന്നും പറയാനുള്ള യാതൊരു അധികാരവും നമുക്കാർക്കുമില്ല എന്നത് ഇവരൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ.